ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചനേന്ത്രക്കായും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പും വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പച്ചനേന്ത്രക്ക കൊണ്ടും പച്ചക്ക വച്ചിട്ടും സാമ്പാർ പരിപ്പ് മാത്രം വെച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചനേന്ത്രക്ക ഞാനൊരു 2 എടുത്തിട്ടുണ്ട്, മീഡിയം ടൈപ്പ് 2 നമുക്കിതിനകത്തേക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകിയിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള പച്ചനേന്ത്രക്ക ആണെങ്കിൽ പലരും തൊലി കളയണം എന്നില്ല, പലരും തൊലി കളയാറില്ല. പക്ഷേ നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചീകി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. കാരണം മരുന്നടിച്ചാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണ്ട. ഈ ഒരു പരുവത്തിൽ, ഒരുപാട് ചെറുതാവരുത്, ഒരുപാട് വലുതുമാവരുത്, ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. ഈ ഒരു പരുവം മതിയാവും. ഇനി ഇത് രണ്ടും നമുക്കിതുപോലെ കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്ക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് ഇത്തിരി ഉപ്പിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറയൊക്കെ മാറിക്കിട്ട് ഞാൻ അപ്പോൾ തന്നെ അതിലേക്ക് അരിഞ്ഞിടുകയാണ് ചെയ്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 ചേർത്തത്. എരിവുള്ളതാണെങ്കിൽ 1 ചേർത്താലും മതി. നമ്മളിതിനകത്തേക്ക് എരിവിനായിട്ട് വീണ്ടും വേറെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകുന്ന പരുവം ആവരുത്. കുതിർത്തിട്ടൊക്കെ പരിപ്പ് വേവിച്ചെടുക്കുന്നവരാണെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താലും മതി. വിസിൽ കേൾക്കാതെ എടുത്താൽ അങ്ങനെ, വിസിൽ കേൾക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്താൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഉടഞ്ഞു പോരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8-10 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ ഒരു 10-12 എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറവെടുത്തത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഈ ഉള്ളി അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് സവോള ചേർത്ത് കൊടുക്കാം. പക്ഷേ സവോളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക് തന്നെയാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3-4 വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയോട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് കറിവേപ്പില, എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. പറ്റിയാൽ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈകൊണ്ട് ഒന്ന് ഞെരടി അല്ലെങ്കിൽ 2 പീസാക്കിയൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് അതിലേക്ക് കിട്ടും. നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നാൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, അത്യാവശ്യം എണ്ണ ഒഴിക്കാം. മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ ഉള്ളി. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരാൻ വേണം. ഒന്ന് കളർ ചേഞ്ച് ആവുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവായി കിട്ടണം. എന്നിട്ട് വേണം നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്നായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതാ ഇതുപോലെ ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളക് ചതച്ചതുണ്ടല്ലോ, ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ആ ഒരു വറ്റൽമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ വറ്റൽമുളക് ചേർത്ത് ചെയ്യുന്ന എല്ലാത്തിനും ഒരു പൊട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കളറ് കിട്ടും കേട്ടോ, അതിനായിട്ടാണ്. അതാ നമ്മുടെ വിസിലൊക്കെ പോയതിന് ശേഷം പ്രഷറൊക്കെ കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഉടഞ്ഞങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായി വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം. അല്ലാതെ ഇത് ഉടഞ്ഞ് അങ്ങ് കുഴഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ കിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് 3-4 വിസിലൊന്നും കേൾപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പം എന്താ അത് നമ്മുടെ വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം
ഈ വേവിച്ച് വെച്ചിരുന്ന അപ്പോൾ തീരെ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാം ഈ ഒരു പരുവത്തിൽ. നല്ല പീസായിട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ചെറുതായിട്ട് തവി കൊണ്ട് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് ഫുൾ അങ്ങ് ഉടച്ച് കുഴച്ചെടുക്കരുത്. ഇതിനകത്തേക്ക് ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. പരിപ്പായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഇരിക്കുമ്പോൾ ഒന്ന് കുറുക്കും. അതുകൊണ്ടൊരു ഇത്തിരി വെള്ളം കൂടി, ഞാൻ ചൂടുവെള്ളമാണ് നമ്മുടെ കുക്കർ തന്നെ കുക്കറിലേക്ക് ഒഴിച്ച് ഒന്ന് കഴുകിയായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അത് കിട്ടുക. പച്ചവെള്ളം ഒഴിക്കുന്നതിലും നല്ലത് ചൂടുവെള്ളം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ നമ്മുടെ പരിപ്പും കായും ചേർന്നൊരു കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. എത്രത്തോളം ലൂസാക്കണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിക്കാക്കി എടുക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുറുകിപ്പോവും. എന്നാൽ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ആ ഒരു ഒഴിച്ചെറിയൊക്കെ എടുക്കുന്ന ഒരു പരുവം അറിയാമല്ലോ, സാമ്പാറിൻ്റെയൊക്കെ ഒരു പരുവം. ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ല എരിവ് വേണ്ടുന്നവർക്ക് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ വറ്റൽമുളകിന് നല്ല എരിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ, കാരണം നമ്മൾ പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ളിയിലും ഉപ്പിട്ടിട്ടാണ് വഴറ്റിയെടുത്തത്. പക്ഷേ ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഇത്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവത്തിലാവുമ്പോഴാണ് നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഉപ്പും എരിവും പുളിയും എല്ലാം ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടേണ്ടുന്നവർക്ക് കടുക് വറുത്തിടുക. ജസ്റ്റ് ഒരു ഇത്തിരി എണ്ണയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വേണമെന്നുണ്ടെങ്കിൽ താളിച്ചെടുത്താൽ മതി. ഞാൻ ഇനി താളിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത്രയും മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ പച്ചക്ക വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പച്ചക്ക വെച്ചിട്ടും പച്ചനേന്ത്രക്ക വെച്ചിട്ടും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള പല രീതിയിലുള്ള റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിലുണ്ടാവും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ടിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.